attendance now. Okay, page number 168. The world of plants. Okay, in this portion, we are going to study about different plants. Okay, different types of plants. So, listen, get started. I dig a hole and plant a seed, cover it with earth and pull a weed. Down comes the rain and out comes the sun. Up grows my plant, oh what fun. Okay, it's about a plant. Okay, it's about a plant. Oh, when we dig a hole and plant a seed. Okay, നമ്മളൊരു വിത്ത് നടുമ്പോൾ മുതലല്ലേ അത് വളർന്നു വരുന്നത് വരെയുള്ള ഒരു ചെറിയ സ്റ്റോറി റൈമാണ് കൊടുത്തിട്ടുള്ളത്, ഒരു പോയമാണ്. I dig a hole and plant a seed, cover it with earth and pull a weed. Down comes the rain and out comes the rain. Up grows my plant, oh what fun. Okay, നമ്മളൊരു വിത്ത് നട്ട് മഴയും വെയിലും ഒക്കെ മാറി മാറി വരുമ്പോൾ എന്ത് ചെയ്യും? അത് പുറത്തേക്ക് മുളച്ചു വരും അല്ലേ? അപ്പ് ഗ്രോസ് മൈ പ്ലാന്റ്, ഓ വാട്ട് എ ഫൺ. ശരിക്കും നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഭയങ്കര അത്ഭുതമാണ് അല്ലേ? എന്താണ്, നമ്മളൊരു വിത്ത് നട്ട് അത് മുളച്ചു വരും, അതിനാദ്യം ചെറിയൊരു വീട് വരും അല്ലേ? വീട് മീൻസ് ചെറിയ ഒരു പോർഷൻ ആദ്യം അതിൻ്റെ മുകളിലേക്ക് വളർന്നു വരും. ദെൻ ഡേ ടു ഡേ എന്ത് ചെയ്യും? മഴയും വെയിലും ഒക്കെ വരുമ്പോൾ മാറി മാറി മഴയും വെയിലും ഒക്കെ മാറി മാറി വരുമ്പോൾ അത് വളർന്ന് നല്ലൊരു ചെടിയായിട്ട് മാറും അല്ലേ? സോ ദെൻ ലെറ്റ്സ് സ്റ്റാർട്ട് അറ്റ് ദ പോർഷൻ. We see plants all around us. They make our world colorful. Okay, we see many plants around us. നമ്മൾ ഒരുപാട് ചെടികൾ നമ്മുടെ ചുറ്റും കാണാറുണ്ട് അല്ലേ? ദേ മേക്ക് അവർ വേൾഡ് കളർഫുൾ. നമ്മുടെ വേൾഡ് വളരെ കളർഫുൾ ആക്കുന്നത്. ഇറ്റ് മേക്ക് അവർ വേൾഡ് വെരി കളർഫുൾ. കുറേ നിറത്തിലുള്ള ചെടികളും പൂക്കളും മരങ്ങളും ഒക്കെ നമ്മൾ കാണാറുണ്ടല്ലേ? So these plants all around us make our world so beautiful, so wonderful. Then there are different types of plants. Okay, plants are of different shapes and size. Okay, കുറേ മരങ്ങളുണ്ട് അല്ലേ? പ്ലാന്റ്സ്, കുറേ ചെടികളുണ്ട്. ദേ ആർ ഡിഫറെൻറ്റ് ഇൻ സൈസ് ആൻഡ് ഷേപ്പ്. അതിന് ഷേപ്പിലും സൈസിലും ഒക്കെ കുറേ വ്യത്യാസമുണ്ട് അല്ലേ? പല പല സൈസിലും പല ഷേപ്പിലും പല വലുപ്പത്തിലും ഒക്കെയാണ് മിക്കവാറും പ്ലാന്റ്സും ഉണ്ടാകാറ് അല്ലേ? ഒന്ന് നീളമുള്ളതായിരിക്കും, ദെൻ ചിലത് വളരെ ചെറുതായിരിക്കും, അല്ലെങ്കിൽ കുറേ ബ്രാഞ്ചസ് ഉള്ളതായിരിക്കും. അങ്ങനെ പ്ലാന്റ്സ് ആർ ഡിഫറെൻ്റ് ഇൻ ഷേപ്സ് ആൻഡ് സൈസ്. ഷേപ്പിലും സൈസിലും വളരെ ഡിഫറൻസ് ഉണ്ട്. ദെൻ plants are of different shape and sizes like coconut, cactus and rose. Coconut, cactus and rose. എന്താണ്? കോക്കനട്ട് വളരെ നീളമുള്ളതാണ്, നീണ്ടിട്ടാണ് വളരുക. കാക്ടസ് വളരെ ചെറുതാണ്. ദെൻ റോസ് എന്താണ്? ചെറിയ ബുഷ് പോലെയാണ് അല്ലേ? കുറച്ച് വളരും, ഒരുപാട് ലെങ്ത് ഇല്ല, ഒരുപാട് തിക്കായിട്ടുള്ള പിന്നെ കമ്പുകളൊക്കെ ഉണ്ട്, അതിന് തോൺസ് ഉണ്ട്. സോ plants are different in their shapes and size. Some plants grow big, some plants remain small. Big plants are called trees. Trees are tall and strong. Okay, it's about trees, plant and trees. പ്ലാന്റും ട്രീസും തമ്മിൽ ഡിഫറൻസ് ഉണ്ട് അല്ലേ? അതായത് പ്ലാന്റ്സ് ഗ്രോ ബിഗ്, സം പ്ലാന്റ്സ് ഗ്രോ വെരി ബിഗ്. ചില പ്ലാന്റ്സ്, ചില ചെടികൾ വളരെ വലിയതായിട്ട് വളരാറുണ്ട് അല്ലേ? കുറേ അധികം വളരാറുണ്ട്. ദെൻ സം പ്ലാന്റ്സ് റിമെയിൻ സ്മോൾ. ചിലത് ചെറുതായിട്ട് തന്നെ നിൽക്കും. ചിലത് ഒരുപാട് വളർന്നു വലുതാകാറുണ്ട്, ചിലത് വളരെ ചെറുതായിട്ട് അങ്ങനെ തന്നെ വളരുന്നതുണ്ട്. ചിലത് എന്തായിരിക്കും? കുറേ വലുതാവും അല്ലേ? സോ ബിഗ് പ്ലാന്റ്സ് ആർ കോൾഡ് ട്രീസ്. വലിയ പ്ലാന്റ്സ്, ബിഗ് പ്ലാന്റ്സ്, നല്ല വലുപ്പത്തിൽ വളരുന്ന പ്ലാന്റ്സിനെയാണ് we called trees.
Trees are tall and strong. Trees are very tall. Tall means നല്ല height ഉള്ള അല്ലേ? Trees are very tall and strong. നല്ല സ്ട്രോങ്ങുമാണ് അവർ, ചെറിയ കാറ്റിനൊന്നും പൊട്ടി വീഴുന്നതല്ല. Trees are very tall and strong. നല്ല നീളവും ഉണ്ടാവും, നല്ല ശക്തി ഉണ്ടാവും അല്ലേ? നല്ല സ്ട്രോങ് ആയിരിക്കും. So neem, mango, pine. So look at that picture. Neem, mango and pine. അവരെന്താണ്? അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ളതാണ് അല്ലേ? നീമും മാംഗോയും പൈനും എന്തുണ്ട് അവർക്ക്? ദേ ആർ ട്രീസ്. അവർ ട്രീസ് ആണ് അല്ലേ? നല്ല സ്ട്രോങ് ആണ്, നല്ല ടോൾ ആണ്. ഓക്കെ, ദെൻ some plants are weak. They cannot stand on their own. They need support to stand. Such plants are called climbers. Okay, such plants are called climbers. About climbers, എന്താ മോനേഷാൻ? എന്താണ് പൈൻ? എന്താ പൈൻ? നമ്മുടെ കാറ്റാടി മരം ഉണ്ടല്ലോ, ചില സ്ഥലങ്ങളിലൊക്കെ കാണാറില്ലേ? വലിയൊരു മരമാണത്. സോ ലുക്ക് ലൈക്ക് കാറ്റാടി മരമൊക്കെ പോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഓക്കെ, ഇത് ഇങ്ങനെ നല്ല നീളത്തിലാണ് അത് ഉണ്ടാവുക. അതിൻ്റെ ഇലകൾ ലുക്ക് ലൈക്ക് ക്രിസ്മസ് ട്രീ ഒക്കെ പോലെയാണ് അല്ലേ? കാണുമ്പോൾ ചെറിയ ഇലകളൊക്കെ ആയിട്ട് നല്ല നീളമുള്ള ഒരു മരമാണ്. നല്ല ലെങ്ത് ഉണ്ടാവും അതിന്, നല്ല ടോളാണ് മരം. നല്ല നീളത്തിലാണ് പൈൻ മരങ്ങൾ ഉണ്ടാവുക. കാറ്റാടി മരം എന്ന് നമ്മൾ പറയും അതിനെ. ഓക്കെ, ദെൻ നീം, മാംഗോ, പൈൻ ആർ ട്രീസ്. അത് ട്രീ ആണ് കേട്ടോ, നല്ല നീളമുണ്ട്. ഇതൊക്കെ ട്രീ ആണ് അല്ലേ? വെരി ബിഗ് ആൻഡ് സ്ട്രോങ്. ഓക്കെ, then some plants are weak. They cannot stand on their own. ചില പ്ലാന്റ്സ്, ചില ചെടികൾ വളരെ വീക്കാണ്. അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? they cannot stand on their own. അവർക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ വേണ്ടി പറ്റില്ല. they need support to stand. നിൽക്കണമെങ്കിൽ, അവർക്ക് നേരെ നിൽക്കണമെങ്കിൽ എന്ത് വേണം? they need support to other ട്രീസ്. ഓക്കെ, മറ്റുള്ള മരങ്ങളുടെയോ ഇല്ലെങ്കിൽ ആരുടെയെങ്കിലും ഹെൽപ്പ് വേണം അവർക്ക്. എന്തിന്? നേരെ നിൽക്കാൻ വേണ്ടി അല്ലേ? ദേ ആർ വെരി വീക്ക്. അതായത് ഇങ്ങനെ പടർന്നു കിടക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ വേറെ ചെടികളുടെ സപ്പോർട്ടിൽ നിർത്തുന്ന, മീൻസ് നമ്മൾ കണ്ടിട്ടില്ലേ ഗ്രേപ്പ് വൈൻ, സ്വീറ്റ് പീ, ബീൻ, നമ്മുടെ ബിറ്റർ ഗോഡ്, ഇതൊക്കെ എന്താണ്? ഇതിന് വേറെ മരത്തിൻ്റെ സപ്പോർട്ട് വേണം അല്ലേ? ഇങ്ങനെ പടർന്നു പോകുന്നതാണ് അത്. വേറെ മരത്തിൻ്റെ മുകളിലോ അല്ലെങ്കിൽ വേറെ കമ്പോ അല്ലെങ്കിൽ പന്തലോ ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇതിനെയൊക്കെ നട്ട് വളർത്തി കൊണ്ടുവരുന്നത് അല്ലേ? വേറെ ഒരു സപ്പോർട്ട് കൊടുക്കണം അതിന് കയറി പോകണമെങ്കിൽ. നിങ്ങൾ കണ്ടിട്ടില്ലേ അങ്ങനത്തെ നമ്മുടെ ബീൻസ്, നമ്മുടെ ഇതൊക്കെ അങ്ങനെയാണ്. ബിറ്റർ ഗോഡ്, ഇതൊക്കെ എന്താണ്? പടർന്നു പോകുന്നതാണ് അല്ലേ? മീൻസ് വേറെയുള്ള ഏതിൻ്റെയൊക്കെ സപ്പോർട്ടിൽ കൂടെ മാത്രമേ അവർക്ക് നിൽക്കാൻ വേണ്ടി പറ്റൂ. അവർക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ വേണ്ടി പറ്റാത്ത പ്ലാന്റ്സ് ആണ് അല്ലേ? സോ some plants are weak. They cannot stand on their own. They need support to stand. Such plants are called climbers. അങ്ങനെയുള്ള പ്ലാന്റ്സിനെയാണ് നമ്മൾ ക്ലൈംബേഴ്സ് എന്ന് പറയുക. അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? ഒറ്റയ്ക്ക് മുകളിലേക്ക് വളരാൻ വേണ്ടി പറ്റില്ല. they need support to stand. അവർക്ക് നേരെ നിൽക്കണമെങ്കിൽ മറ്റുള്ള എന്തിൻ്റെയെങ്കിലും സപ്പോർട്ട് വേണം അല്ലേ? ഗ്രേപ്പ് വൈൻ, മുന്തിരിവള്ളി അല്ലേ? മുന്തിരി ഉണ്ടാകുന്ന അതൊക്കെ എന്താണ്? പടർന്നു പോകുന്നതാണ്. അത് നമ്മളൊരു പന്തലോ കമ്പോ എന്തെങ്കിലും വെച്ചിട്ട് അതിനൊരു സപ്പോർട്ട് കൊടുക്കണം. അങ്ങനെ ആകുമ്പോൾ മാത്രമേ അത് നന്നായിട്ട് വളരുള്ളൂ അല്ലേ? സ്വീറ്റ് പീ, ദെൻ ബീൻസ്, സ്വീറ്റ് പീ, ഇതൊക്കെ എന്താണ്? സെയിം കാറ്റഗറി ആണ് അല്ലേ? ഇതിനൊക്കെ വളർന്നു വരാൻ എന്ത് വേണം? ബാക്കിയുള്ള ചെടികളുടെയോ പ്ലാന്റ്സിൻ്റെയോ ഒക്കെ സപ്പോർട്ട് വേണം. ഓക്കെ, സോ then about leaves, take the next page. About leaves, ഇലകളെ കുറിച്ചാണ് പറയുന്നത് അല്ലേ? some plants have big leaves,
some plants have small leaves. Banana, lotus, neem, they have ബിഗ് ലീഫ്. വലിയ ഇലകളുണ്ട് അല്ലേ? ബനാനയ്ക്ക് എന്താണ്? വലിയ ഇലയാണ്. ലോട്ടസ് വലുതാണ്. നീമിന് എന്താണ്? ചെറിയ ചെറിയ ഇലകളാണ് ഉള്ളത് അല്ലേ? സോ സം പ്ലാന്റ്സ് ഹാവ് ബിഗ് ലീവ്സ് ആൻഡ് സം പ്ലാന്റ്സ് ഹാവ് സ്മോൾ ലീവ്സ്. ചില ഇലകൾ, വാഴ, ബനാന ലീഫ് എന്താണ്? വളരെ വലുതാണ് അല്ലേ? നല്ല വലുപ്പമുള്ള ലീവ്സ് ആണ്. ദെൻ ലോട്ടസ് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഇലകളാണ് ഉണ്ടാവുക അല്ലേ? So some plants have big leaves and some plants have small leaves. Okay. So listen once again. In this portion we have studied about the different types of plants. Okay, different types of plants. So plants are different in its size and shape. Okay. Coconut, cactus, rose are different in their size and shape. Then some plants have grow very big. It is called trees. വലിയ പ്ലാന്റ്സ് അല്ലേ? അതിനെയാണ് നമ്മൾ ട്രീസ് എന്ന് പറയാം. Then some plants remain small. ചിലത് ചെറുതായിട്ട് അങ്ങനെ തന്നെ നിൽക്കും അല്ലേ? Then big plants are called trees. Trees are tall and strong. Then neem, mango, pine are examples of trees. Okay. Then about ക്ലൈംബേഴ്സ് പടർന്ന് പന്തലിച്ച് വളരുന്ന ചെടികൾ, അതിനാണ് ക്ലൈംബേഴ്സ് എന്ന് പറയുക. അതായത് വേറെ ഏതെങ്കിലും ഒന്നിൻ്റെ മുകളിൽ കയറിപ്പോകുന്ന ചെടികൾ അല്ലേ? ദെൻ സം പ്ലാന്റ്സ് ആർ വീക്ക്. ദേ കനോട്ട് സ്റ്റാൻഡ് ഓൺ ദിയർ ഓൺ. ദേ നീഡ് സപ്പോർട്ട് ടു സ്റ്റാൻഡ്. സച്ച് പ്ലാന്റ്സ് ആർ കോൾഡ് climbers. Grapevine, sweet pea and bean are the examples of climbers. Then about leaves. Some plants have big leaves and some plants have small leaves. So banana, lotus, neem are some plants have very big leaves and some plants have small leaves. Then banana, lotus have big leaves. Then neem has small leaves. Okay. ചില ഇലകൾക്ക് ചില പ്ലാന്റ്സിന് ചെറിയ ഇലകളാണ് ഉണ്ടാവുക. ചില ബനാന ലീഫിനൊക്കെ എന്താണ്? ഒത്തിരി വലിയ ഇലകളാണ് ഉള്ളത് അല്ലേ? ദെൻ തോൺസ് മീൻസ് മുള്ളുകൾ അല്ലേ? സം പ്ലാന്റ്സ് ഹാവ് തോൺസ്. ചില ചെടികൾക്ക് മുള്ളുകൾ ഉണ്ടാവും അല്ലേ? ചെറിയ ചെറിയ മുള്ളുകൾ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ റോസ് പ്ലാന്റ്, അതിനെന്താണ്? മുള്ളുണ്ട് അല്ലേ? റോസാ ചെടിക്ക് മുള്ളില്ലേ? ഉണ്ട്. ദെൻ കാക്ടസ് ഹാസ് തോൺസ്. കാക്ടസ് കള്ളിമുൾ ചെടി എന്നാണ് അതിനെ പറയാ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ കാക്ടസ്? കണ്ടിട്ടുണ്ടോ? നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് കാക്ടസ്. കള്ളിമുൾ ചെടിയാണ്. സാധാരണയായിട്ട് മരുഭൂമിയിലാണ് വളരുക എന്നൊക്കെ പറയും. എന്നാലും നമ്മുടെ മരുഭൂമിയിൽ ധാരാളമായിട്ടുള്ളത് കാക്ടസ് ആണ്. നമ്മുടെ നാട്ടിലും ഉണ്ട്. ചെറിയ മുള്ളുകൾ ഉണ്ടാവും അതിൻ്റെ പുറത്ത്. വളരെ ടൈനി ആയിട്ടുള്ള മുള്ളുകളാണ്, ചെറിയ മുള്ളുകൾ. ദെൻ പ്ലാന്റ്സ് സച്ച് ആസ് ദ വാട്ടർ ലില്ലി ആൻഡ് ലോട്ടസ് ഗ്രോ ഇൻ വാട്ടർ. അതായത് വാട്ടർ ലില്ലിയും ലോട്ടസും ആമ്പലും താമരയും ഒക്കെ എവിടെയാണ് വളരുക? വെള്ളത്തിൽ വളരുന്ന പ്ലാന്റ്സ് ആണ്. ഇന്ന് ജസ്റ്റ് അവിടെ കൊടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. പ്ലാന്റ്സ് സച്ച് ആസ് ദ വാട്ടർ ലില്ലി ആൻഡ് ദ ലോട്ടസ് ഗ്രോ ഇൻ വാട്ടർ. ഓക്കെ. ദെൻ ഹൗ ഡു പ്ലാന്റ്സ് ഗ്രോ? Most plants bear flowers. Lotus, roses and sunflowers, they bear flowers. ചില ചെടികളിൽ പൂക്കൾ ഉണ്ടാകാറുണ്ട്. എല്ലാ ചെടികളിലും പൂക്കൾ ഉണ്ടാകാറുണ്ടോ? No. Some plants bear flowers. Then some flowers change into fruits. ചില ചെടികളിൽ പൂവുകൾ ഉണ്ടാകും. ചിലതിലെ പൂവുകൾ എന്ത് ചെയ്യും? പതുക്കെ വളർന്നിട്ട് അതിൻ്റെ ഫ്രൂട്ടായിട്ട് മാറും അല്ലേ? പഴമായിട്ട് മാറും. ആദ്യം പൂ പിടിക്കും, പിന്നെ ആ പൂ വളർന്ന് അതിൻ്റെ കായായിട്ട് മാറുന്ന ചെടികളുമുണ്ട്. സോ ലിസൺ, നമ്മൾ ഈ പോർഷനിൽ പഠിച്ചത് ടൈപ്സ് ഓഫ് പ്ലാന്റ്സ് ആണ്. പ്ലാന്റ്സ് ആർ ഓഫ് ഡിഫറെൻറ്റ് ഷേപ്സ് ആൻഡ് സൈസസ്.
Then coconut, cactus and roses are different plants. And then we have studied about the trees. Big plants are called trees. And trees are tall and strong. Trees എന്താണ് വളരെ tall ആണ്. Then നല്ല strong ഉമാണ് അല്ലേ. Then some plants are very weak. They are called climbers. They cannot stand on their own. They want support to other plants. Okay, they are called climbers. Climb ചെയ്യാന്ന് വെച്ചാൽ എന്താണ് ഇങ്ങനെ കയറി പോവുക അല്ലേ, ബാക്കിയുള്ള ചെടികളുടെ മുകളിൽ കയറി പോകുന്നതിന് നമ്മൾ climbers എന്ന് പറയും. ഫോർ എക്സാമ്പിൾ ഗ്രേപ്പ് വൈൻ, സ്വീറ്റ് പീ ആൻഡ് ബീൻ ആർ സം climbers. Okay. Then leaves, പ്ലാന്റ്സിൻ്റെ ഇലകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. സം പ്ലാന്റ്സ് ഹാവ് ബിഗ് ലീവ്സ്, സം പ്ലാന്റ്സ് ഹാവ് സ്മോൾ ലീവ്സ്. ചില ചെടികൾക്ക് വലിയ ഇലകളുണ്ടാവും, ചിലതിന് വളരെ ചെറിയ ഇലകളാണ് ഉണ്ടാവുക. കുറേ തരത്തിലുള്ള പ്ലാന്റ്സ് നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മുടെ ചുറ്റും കുറേ മരങ്ങളും ചെടികളും ഒക്കെ ഉണ്ടല്ലേ. ചിലതിന് വലിയ ഇലകളാണ്, ചിലതിന് വളരെ ചെറിയ ഇലകളാണ്, അങ്ങനെയാണ് ഉണ്ടാവുക അല്ലേ. ദെൻ സം പ്ലാന്റ്സ് ഹാവ് തോൺസ്, ചിലതിന് എന്തുണ്ട്, മുള്ളുകളുണ്ട് അല്ലേ. ദെൻ റോസ്, കാക്ടസ് ഹാസ് തോൺസ്. ദെൻ Then how do these plants grow? Then most of the plants bear flowers. മിക്കവാറും ചെടികളിൽ പൂക്കൾ ഉണ്ടാകാറുണ്ട്. വേറെ വെച്ചാൽ ഉണ്ടാകുക അല്ലേ, അതിൽ കായ്ക്കുക എന്നൊക്കെ പറയില്ലേ, മീൻസ് അതുപോലെ അതിൽ പൂക്കൾ വിരിയാറുണ്ട് ചില ചെടികളിൽ. bear flowers. Then some flowers change into fruits like a pea pod. മീൻസ് ആദ്യം അതിൽ എന്തുണ്ടാവും, ചെറിയ പൂക്കളുണ്ടാവും, പിന്നെ ആ പൂവിൽ നിന്നാണ് അതിൻ്റെ കായ ഉണ്ടാവുക അല്ലേ, നമുക്ക് കഴിക്കാൻ പറ്റുന്നതോ അല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ടുള്ള. മിക്കവാറും വെജിറ്റബിൾസ് ഒക്കെ അങ്ങനെയാണ്. വെജിറ്റബിൾസിന് എന്താണ്, ആദ്യം പൂവാണ് ഉണ്ടാവുക, എന്നുവെച്ചാൽ പൂവിൽ നിന്നാണ് അതിൻ്റെ ഫ്രൂട്ട് ഉണ്ടാവുക അല്ലേ. Then most fruits have seeds inside them. മിക്കവാറും ഫ്രൂട്ട്സിന് എന്തുണ്ട്, അതിൻ്റെ അകത്ത് സീഡ്സ് ഉണ്ട് അല്ലേ. അതിൻ്റെ വിത്തുകൾ എവിടെയാണ് ഉണ്ടാവുക, ഫ്രൂട്ടിൻ്റെ അകത്താണ് ഉണ്ടാവുക. ലൈക്ക് എ മാംഗോ, മാംഗോ ഹാസ് സീഡ്സ് ഇൻസൈഡ് ഇറ്റ്. മാംഗോയുടെ അകത്ത് അതിൻ്റെ സീഡ് ഇല്ലേ, അതിൻ്റെ വിത്ത് കണ്ടിട്ടില്ലേ, മാങ്ങയുടെ അതിൻ്റെ അകത്തുള്ളത് അല്ലേ. ദെൻ പീനട്ട് അല്ലേ, അതിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ വിത്ത് ഉള്ളത്. ആ ഫ്രൂട്ടിൻ്റെ അകത്താണ് എന്തുള്ളത്, അതിൻ്റെ വിത്ത് ഉണ്ടാവുക. ദെൻ ആപ്പിൾ ഹാസ് സീഡ്സ് ഇൻസൈഡ് ഇറ്റ്. ദെൻ ടൊമാറ്റോ നമുക്കറിയുന്നതാണല്ലേ. പപ്പായ, ഇതിൻ്റെ ഒക്കെ അകത്ത് എന്താണ്, ചെറിയ കുരു ഉണ്ട് അല്ലേ, മീൻസ് അതിൻ്റെ സീഡ്, അതിൻ്റെ വിത്ത് ഈ ഫ്രൂട്ടിൻ്റെ ഉള്ളിലാണ് ഉണ്ടാവുക. ദെൻ മോസ്റ്റ് പ്ലാന്റ്സ് ഗ്രോ ഫ്രം സീഡ്സ് ആർ ഓഫ് മെനി കൈൻഡ്സ്. വി ഈറ്റ് സം സീഡ്സ്. Most plants grow from seeds. Seeds are of many kinds. We eat some seeds. Then വിത്തുകൾ, മിക്കവാറും ചെടികൾ വിത്തുകളിൽ നിന്ന് മുളയ്ക്കുന്നവരാണ്. ദെൻ ഈ വിത്തുകൾ തന്നെ എന്തുണ്ട്, ആർ ഓഫ് മെനി കൈൻഡ്സ്, പല തരത്തിലുള്ള സീഡ്സ് ഉണ്ട്. വി ഈറ്റ് സം സീഡ്സ്. ചില വിത്തുകൾ നമ്മൾ കഴിക്കാറുമുണ്ട്. മീൻസ് കിഡ്നി ബീൻ മീൻസ് രാജ്മ ഈസ് എ ടൈപ്പ് ഓഫ് ഒരു ധാന്യത്തിൻ്റെ ടൈപ്പാണത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പയറൊക്കെ പോലെ റെഡ് കളറിലുള്ളതാണ് കിഡ്നി ബീൻ എന്ന് പറയും, രാജ്മ എന്നും പറയും അതിനെ. ദെൻ റൈസ് അല്ലേ, നെല്ലിൻ്റെ അകത്താണ് അതിൻ്റെ വിത്ത്, അരിയുള്ളത്, അത് നമ്മൾ കഴിക്കുന്നതാണ്. കടല അല്ലേ, നിലക്കടലേൻ്റെ അതിൻ്റെ ഉള്ളിലാണ് വിത്തുള്ളത്, നമ്മൾ ഈറ്റബിൾ ആണ്. വീറ്റ്, ഗോതമ്പ്. ദെൻ ഗ്രാം, ചണ അല്ലേ. ദെൻ പോപ്കോണിൻ്റെ കോൺ, ഇതൊക്കെ നമുക്ക് ഈറ്റബിൾ ആണ്. ഇതൊക്കെ എന്താണ്, സീഡ്സ് ആണ് അല്ലേ, അതിൽ നിന്നാണ് അതിൻ്റെ പ്ലാന്റ് ഉണ്ടാവുക അല്ലേ.
ഇതിൽ നിന്നാണ് അതിൻ്റെ പ്ലാന്റ് വളർന്നു വരിക. ഇതിനെയാണ് നമ്മൾ എന്ത് ഈറ്റബിൾ ആയിട്ടുള്ള സീഡ്സ് ആണ് അല്ലേ, നമുക്ക് കഴിക്കാം. ഇത് തന്നെ നമ്മൾ എന്ത് പ്ലാന്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് വളർന്നു വരികയും ചെയ്യും. ദെൻ a seeds has a baby plant inside it. When the seeds get air, water and sunshine, the baby plant comes out. Means ഈ വിത്തുകളുടെ ഒക്കെ ഉള്ളിൽ അതിൻ്റെ ബേബി പ്ലാന്റ് ഉണ്ട്. ദെൻ വെൻ ദ സീഡ്സ് ഗെറ്റ് എയർ ആൻഡ് വാട്ടർ സൺഷൈൻ, എല്ലാ പ്ലാന്റും നല്ല ഉഷാറായിട്ട് വരണമെങ്കിൽ എന്ത് വേണം? വെള്ളവും വായുവും പിന്നെ സൺലൈറ്റും വേണം അല്ലേ. അപ്പോൾ ഇതിന് ഈ സീഡ്സിന് ആവശ്യത്തിനുള്ള സൺലൈറ്റും ഒക്കെ കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യും? അതിൻ്റെ അകത്തുനിന്ന് ബേബി പ്ലാന്റ് പുറത്ത് വരും എന്നാ പറയുന്നത്. കുഞ്ഞ് ഓക്കെ, അതിൻ്റെ അകത്തുള്ള കുഞ്ഞു ചെടികൾ പുറത്തേക്ക് വരാൻ തുടങ്ങും അല്ലേ. താഴെ കാണിക്കുന്നുണ്ട് എന്ത്? ഒരു വിത്ത് ആദ്യം നട്ടു, വെള്ളവും സൺലൈറ്റും എയറും ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ ചെറിയ വീട് വന്നു, എന്നിട്ട് അത് മുളച്ച് ചെടിയാച്ച് വരുന്നതിന് പിക്ചറും കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് എപ്പോഴാണ് ക്ലാസ്? 3:15 ക്ലാസ് ഉണ്ടോ? ഇല്ലല്ലോ, ഉണ്ടോ? അല്ല 4 മണിക്കാണോ? 3:15 ഉണ്ട്. ഓക്കെ, ഓക്കെ, ദെൻ നമുക്കിപ്പോൾ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ.